പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിൻ്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലേ തെറ്റി, നിങ്ങൾക്ക് തെറ്റി. നമ്മൾ ആദ്യമൊന്നും കണ്ടപ്പം വിചാരിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെ ഹിജാബ് ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞ ആ വാശിക്കാണ് ഇപ്പം മക്കൾ ഹിജാബ് ഇട്ടിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നത്. ഹറാമായിട്ടൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടറില്ലേ, ഇവരാണ് കാരണം. അത് മനസ്സിലായി, ഹറാമായ കാര്യത്തെ ഹലാലാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഇവരെന്ന് ഇപ്പം മനസ്സിലായി. അപ്പം നിങ്ങളുദ്ദേശം എന്നാ ഹലാലായ കാര്യത്തെ ഹറാമാക്കാനാ വീണ്ടും? ഈ സോഷ്യൽ മീഡിയ തന്നെ ഹറാമാണ്, എന്നിട്ടാണ് അവിടെ വന്നിട്ട് ഹറാമോ ഹലാലിനെ പറ്റിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കും. മുമ്പേ നമ്മൾ മദ്രസ പഠിക്കുമ്പോൾ പറഞ്ഞ് സിനിമ കാണാൻ പാടില്ല, TV വെക്കാൻ പാടില്ല വീട്ടിൽ, അതെല്ലാം ഹറാമായ കാര്യങ്ങളാണ്. എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രസംഗിക്കുന്നു. അല്ല, അത് ശരിയാണ്. കാരണം മദ്രസയിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, ഉസ്താദ്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ അല്ലേ. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ, പറഞ്ഞുകൂടാ, സോഷ്യൽ മീഡിയ നമുക്ക് കണ്ടുകൂടാന്ന് അതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. TV കണ്ടുകൂടാ, സിനിമ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹറാമായ കാര്യങ്ങളാണെന്ന്. 1. മുസ്ലിം നാമധാരികൾ. ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് പറയുന്ന കുറേ ജന്മങ്ങൾ. അതിപ്പോൾ ഇവർ മാത്രമൊന്നുമല്ല, ഇവരെ പറ്റി ഒരുപാട് ആൾക്കാരുണ്ടാവൂലേ, ഉണ്ടെന്നല്ലേ ഇപ്പം നിങ്ങൾ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെ ഫോട്ടോ എടുത്തു, അതും കൂടെ കാണിക്ക്. 2. എക്സ് മുസ്ലിംസ്. സമൂഹത്തിന് ഒരു ഉപകാരം ഇല്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആര് മൈൻഡ് ചെയ്യുന്നു? ഇപ്പം എനക്കൊന്ന് മനസ്സിലായി, നിങ്ങളെ ആരും ഇതുവരെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞാലെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യുന്ന വെച്ചിട്ടായിരിക്കും അല്ലേ നിങ്ങളിങ്ങനത്തെ ഓരോ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും കൊണ്ടുവന്ന് പറയുന്നത്. അതിപ്പം മനസ്സിലായി. സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞ റീച്ചിന് വേണ്ടി. 3. സംഘികളും ക്രിസംഘികളുമായിട്ടുള്ളവർ. ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം. 4. ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം. അങ്ങനെ പറയാന്നെങ്കിൽ ഇവർ മാത്രമല്ല, അതിൽ നിങ്ങളും കൂടെ ഉൾപ്പെട്ട് കേട്ടോ. റീച്ചിന് വേണ്ടിയിട്ട് ഷോ കാണിക്കുന്ന കുറേ എണ്ണം എന്ന് പറഞ്ഞില്ലേ, അത് ഇവർ മാത്രമല്ല, അവരെ കൂട്ടത്തിൽ നിങ്ങളും ഉൾപ്പെട്ടു. ഇവരെല്ലാവരും കൂടി ഹറാമായിട്ടുള്ളൊരു കാര്യം ഹലാലാക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഹിജാബിട്ട് ഡാൻസ് കളിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്തു, അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അല്ല ഇതെപ്പം സംഭവിച്ചു? ഈ ബൈജു സാറെല്ലാം എപ്പോഴാണ് ഈ ഹിജാബ് ഇട്ടിട്ട് ഡാൻസ് കളിച്ചോ എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കിയത്? അതെപ്പം സംഭവിച്ചു? അതും ഈ സോഷ്യൽ മീഡിയ വഴിയാണോ സംഭവിച്ചത് ബൈജു സാറേ? നിങ്ങൾ കുട്ടികളോട് നേരിട്ട് പോയിട്ട് ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ലേ ഇപ്പോൾ ഈ താത്ത പറയുന്നത്. ഓരോന്ന് കാണിക്കുകയാണ്, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നു മക്കളെ, സഹോദരന്മാരെ, മനുഷ്യരെ വഴിതെറ്റിക്കാനാണ് ശൈത്താനുള്ളത്. അത് സോഷ്യൽ മീഡിയയിലും ഉണ്ട്. നാട്ടും പുറത്തെ ശൈത്താന്മാരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിലെ ശൈത്താന്മാരെ ഇപ്പോൾ കണ്ണുകൊണ്ട് തന്നെ കണ്ടു. അത് റീച്ചിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശൈത്താന്മാരാണ് എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. കാരണം പുറമേയുള്ള ശൈത്താന്മാരെല്ലാവരും തള്ളിക്കളയലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ശൈത്താന്മാരെല്ലാവരും ഏറ്റെടുക്കുകയാണ്. ഓരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അവരുടെ വലയിൽ ദയവേത് നിങ്ങൾ വീണു പോവരുത്. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ വ്ളോഗേഴ്സായിട്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഒരാൾ മാത്രമാണ് ധൈര്യപൂർവ്വം വന്ന് സത്യസന്ധമായിട്ട് ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത്. ഒരുപാട് മുസ്ലിം വ്ളോഗേഴ്സ് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ വന്ന് പറയാൻ എന്തുകൊണ്ടാണെന്നറിയാം, അവർക്ക് റീച്ചിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊരു റീച്ച് മാത്രം ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ചത് എടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ എയറിലായത്. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ച് ചിലപ്പം ഇത് നിർത്തിപ്പോയേനെ. പക്ഷേ ഞാനൊരു തരി പോലും പതറാതെ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എൻ്റെ റബ്ബിൽ അത്രയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹിജാബ് ഇട്ടും ഇല്ലാതെയും ഡാൻസ് കളിച്ചോളൂ മക്കളെ, നിങ്ങൾ മാസാണ് എന്ന് നുണ പറഞ്ഞ് ലൈക്കും റീച്ചും വാങ്ങേണ്ട ഗതികേട് ഈ മുബീന. അതുപോലെ തന്നെ മറ്റുള്ള മുസ്ലിം വ്ളോഗേഴ്സ്മാർ
മറ്റുള്ളവരെ വേഷവിധാനത്തിൽ നമുക്ക് കടന്നു ചെന്നിട്ട് അവരോട് ഹിജാബിട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല, ജീൻസ് പാൻറ്റ് ഷർട്ട് ഇട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് പറയേണ്ട അവകാശമൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് ഈ മുസ്ലിം വനിത വ്ളോഗേഴ്സ്മാരൊന്നും ഇങ്ങനത്തെ ഓരോ എന്താ പറയുക മതപരമായ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് റീച്ചിന് നിൽക്കാത്തത്. അത് മുബീൻ താത്ത ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമായിരിക്കും.